യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ഈ നല്ല സമയത്തെ ഓർത്ത് നന്ദി. ഇന്ന് ആരൊക്കെയാണോ ഈ വചനം കേൾക്കുന്നത്, ഏതൊക്കെ മാതാപിതാക്കളാണോ, ഏതൊക്കെ യുവതി യുവാക്കളാണോ, ഏതൊക്കെ കുഞ്ഞുങ്ങളാണോ ഈ വചനമൊക്കെ ശ്രദ്ധിക്കുന്നത്, നിങ്ങളുടെ ശിരസിൽ കരങ്ങൾ വച്ച് പ്രാർത്ഥിച്ചു പറയുന്നത് പോലെ പറയാം, ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് വചനം കേൾക്കുമ്പോൾ ഡെയിലി ബ്ലെസ്സിങ് എന്ന ശുശ്രൂഷയെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ശരിക്കും പറഞ്ഞാൽ ആരുടെയൊക്കെയോ കണ്ണുനീർ തുടയ്ക്കാൻ ദൈവം നിയോഗിച്ച ഒരു ശുശ്രൂഷയാണ് ഈ ഡെയിലി ബ്ലെസ്സിങ്. എത്രയോ ആയിരങ്ങളുടെ ജീവിതങ്ങളിലാണ് ദൈവസ്നേഹമായി, ദൈവാനുഗ്രഹമായി, സൗഖ്യമായി, വഴി തുറക്കുന്ന അനുഭവമായി ഈ ശുശ്രൂഷ മാറിയത്. ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയല്ലാതെ മറ്റൊന്നല്ല. നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ഈ ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന എല്ലാവരെയും നിങ്ങൾ ഓർക്കണം. ഞാൻ അറിഞ്ഞാലും അറിഞ്ഞില്ലേലും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്ന് ഈ വചനം കേൾക്കുന്നവരെ കർത്താവേ, സഭാവ്യത്യാസമില്ലാതെ, ജാതിമത ഭേദമില്ലാതെ കർത്താവെ ഒരു കുടക്കീഴിൽ എന്ന പോലെ നിന്ന് അങ്ങയുടെ വചനത്തെ കേൾക്കുന്നവരെ സമർത്ഥമായി അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ആപത്ത് അപകടങ്ങളെ മാറ്റണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ദുർമരണങ്ങൾ മാറ്റണമേ. വചനം കേൾക്കുന്ന ഞങ്ങളുടെ തലമുറകളിൽ നിന്ന് തകർന്ന സാഹചര്യങ്ങൾ, നശിച്ച സാഹചര്യങ്ങൾ ഒന്നും ഉണ്ടാകരുത്. ഞങ്ങൾ വഴി തെറ്റിപ്പോകാൻ ഇടയാകരുത്. നല്ല തീരുമാനങ്ങൾ ഉണ്ടാകണം. നല്ല ആഗ്രഹങ്ങളെ ഞങ്ങളിൽ വളരാവുള്ളൂ. ദൈവഹിതപ്രകാരമായ തീരുമാനങ്ങളെ ഉണ്ടാകാവുള്ളൂ. ദൈവഹിതപ്രകാരമായ ഇഷ്ടങ്ങളെ ഞങ്ങളിൽ വളർന്നു വരാവുള്ളൂ. പ്രാർത്ഥിക്കുവാണ്. ദൈവം നിങ്ങളെ സമർത്ഥമായി സഹായിക്കും. ഇന്ന് വചനം കേൾക്കുമ്പോൾ ഈ വചനമാ, ദൈവം തരുന്നൊരു വചനത്തെ എങ്ങനെയാണോ ഒരാൾ സ്വീകരിക്കുന്നത് അതനുസരിച്ചായിരിക്കും ആ വ്യക്തി അനുഗ്രഹിക്കപ്പെടുക. വചനത്തെ